വീട്ടിലിരുന്നും പണമുണ്ടാക്കാം. ഇങ്ങനെ ഒരു പരസ്യം കണ്ടാൽ ചാടി വീഴാത്തവർ കുറവാണല്ലേ. മലയാളിയുടെ ഈ മനോഭാവമാണ് ഓൺലൈൻ തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനിയായ പാർവതിയും സോഷ്യൽ മീഡിയയിലെ ഒരു പരസ്യത്തിൽ കുടുങ്ങിയതാണ്. ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ യുവതിയിൽ നിന്ന് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. കഴിഞ്ഞ ദിവസം പാർവതി താൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞ് ഒരു കത്തെഴുതി വെച്ച് നാടുവിട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. 2 കുട്ടികളുടെ അമ്മയായ യുവതിയെ പിന്നീട് പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ തട്ടിപ്പ് വിവരം വ്യക്തമായി. മലയാളികൾ ഉൾപ്പെട്ട ഉത്തരേന്ത്യൻ സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. വ്യാഴാഴ്ച രാവിലെ 8:30യോടെ വീട്ടിൽ നിന്ന് പോയ പാർവതിയെ രാത്രി 10:30യോടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. കിളിമാനൂർ പോലീസ് പാർവതിയിൽ നിന്ന് മൊഴിയെടുത്തപ്പോഴാണ് ഓൺലൈൻ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത്. 1 മാസം മുമ്പ് മലയാളം സംസാരിക്കുന്ന യുവതി പാർവതിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഓൺലൈൻ ട്രേഡിംഗ് ജോലി നൽകാമെന്നും ബോസ് വിളിക്കുമെന്നും അറിയിച്ചു. പ്രൊഡക്റ്റ് റിവ്യൂ സോഷ്യൽ മീഡിയ വഴി അയച്ചു നൽകിയാൽ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി. ആദ്യം 1700 രൂപ പ്രതിഫലമായി നൽകി. വലിയ തുക നിക്ഷേപിച്ചാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് ഇവർ പറഞ്ഞു. സമ്മർദ്ദം ചെലുത്തി ആദ്യം 10,000 രൂപ വാങ്ങിയെടുത്ത ശേഷം 17,000 രൂപയായി മടക്കി നൽകി. പിന്നീട് 44,000 രൂപ നിക്ഷേപിച്ചപ്പോൾ പണം മുഴുവൻ നഷ്ടമായി. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ് ഇവർ കൂടുതൽ തുക വാങ്ങിച്ചെടുത്തു. ആഭരണം വിറ്റാണ് കൂടുതൽ തുക അയച്ചു നൽകിയത്. എന്നാൽ തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ നാടുവിടുകയായിരുന്നുവെന്നാണ് പാർവതിയുടെ മൊഴി. ഗുരുവായൂരിലേക്ക് പോയെന്നും പലതവണ ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്നും പാർവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചു. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിമാരുടെയും